പകുതിവില തട്ടിപ്പ് കേസിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന് നേരെ പരാതി പ്രവാഹം. ഇന്ന് മാത്രം 3 പരാതികളാണ് പോലീസിന് കിട്ടിയത്. ആലുവ സ്വദേശികളായ സ്ത്രീകൾക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന് പരാതി. പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. അതിനിടെ എൻ രാധാകൃഷ്ണന് എതിരെ ബി.ജെ.പിക്കുള്ളിൽ പടയൊരുക്കം. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എൻ രാധാകൃഷ്ണനെതിരെ ഒരു പരാതി കഴിഞ്ഞ ദിവസം വന്നത് 1 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി തീർക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഒതുക്കി തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് വന്ന പരാതികളിൽ നിന്ന് മനസ്സിലാകുന്നതല്ലേ? 3 പരാതികൾ വീണ്ടും വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണ് എങ്കിൽ താൻ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കും എന്നുള്ള പ്രസ്താവനയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് അല്ലേ? ലക്ഷ്മി, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എൻ രാധാകൃഷ്ണനെതിരെ ഇന്ന് 3 പരാതികളാണ് ഉച്ചയ്ക്ക് ശേഷം വിവിധ പോലീസ് സ്റ്റേഷനുകളായി വന്നിരിക്കുന്നത്. എടത്തല പോലീസ് സ്റ്റേഷനിൽ 2 പരാതിയായിരുന്നു എത്തിയത്. എടത്തല കുട്ടമനാട് സ്വദേശികളായിട്ടുള്ള ശ്രീജ, ശ്രീകല തുടങ്ങിയ 2 സ്ത്രീകൾ പരാതി നൽകി. അതിന് തൊട്ടു പിന്നാലെയാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി എത്തിയിരിക്കുന്നത്. അത് അശ്വതി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ പരാതിയാണ്. അങ്ങനെ 3 പരാതികളാണ് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ രാധാകൃഷ്ണൻ തങ്ങളെ കബളിപ്പിച്ച് പണം വാങ്ങി എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇതിൽ കഴിഞ്ഞ 2024 മാർച്ച് 10-ാം തീയതി പണം നൽകി പാതി വിലയിൽ സ്കൂട്ടർ ലഭിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഇതുവരെയും സ്കൂട്ടറോ പണമോ തിരികെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എൻ രാധാകൃഷ്ണനെതിരെ ഇന്നലെ ഒരു പരാതി വന്നിരുന്നു. ആ പരാതി 1 ലക്ഷം രൂപ കൊടുത്ത് ബി.ജെ.പി. നേതാക്കൾ ഒതുക്കി തീർക്കുകയായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ എൻ രാധാകൃഷ്ണനെതിരെ 3 പരാതികൾ കൂടി ആലുവയിൽ എത്തിയിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.